നമസ്കാരം. ഇറാൻ യുദ്ധം ലോകരാഷ്ട്രങ്ങളെ ആകെ ബാധിച്ചിരിക്കെ കരുതലിലാണ് ലോകം. എണ്ണ പ്രതിസന്ധിയും പാചകവാതക പ്രതിസന്ധിയുമെല്ലാം ലോകരാഷ്ട്രങ്ങളിൽ വ്യാപകവുമാണ്. ഈ കരുതലിൻ്റെ ഭാഗമായാണ് വിദേശ നാണ്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നതിൽ നിന്നും പിൻവാങ്ങണമെന്നും ഇന്ധനം കരുതി ഉപയോഗിക്കണമെന്നും വിദേശ യാത്രകൾ കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത്. ഇന്ത്യക്കാർ പൊതുവെ ആഭരണപ്രിയർ ആയതിനാൽ ഈ ആഹ്വാനം വിൽക്കൽ വാങ്ങലുകളെയാണ് ബാധിച്ചിരിക്കുന്നത്. സ്വർണം വാങ്ങണോ അതോ വിൽക്കണോ എന്ന സംശയം ജനങ്ങൾക്കിടയിൽ ശക്തവുമാണ്. സ്വർണത്തിന് വില കുറയാനോ കൂടാനോ ഒക്കെ സാധ്യതയുണ്ട്. എന്താകും എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. വില കുത്തനെ കൂടുമ്പോഴാണ് വാങ്ങുന്നതെങ്കിൽ പിന്നീട് വില കുറയുകയാണെങ്കിൽ നഷ്ടം വരും. കയ്യിലെ സ്വർണം വിറ്റഴിക്കുന്നതിലും ആശങ്കയുണ്ട്. വില ഇനിയും കൂടുമോ എന്നറിയാൻ കാത്തിരിക്കുന്നവരാണ് ഏറെയും. വില കുറയുമോ എന്ന ആശങ്ക ഇവരെ അലട്ടുന്നുമുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടുപിറകെ സ്വർണത്തിനുള്ള ഇറക്കുമതി തീരുവ കൂട്ടുകയും ചെയ്തു. 10% ഇറക്കുമതി തീരുവ കൂട്ടിയത്. ഇതോടെ സ്വർണത്തിൻ്റെ വില ഉയർന്നെങ്കിലും പൊടുന്നനെ കുറയുകയും ചെയ്തു. സെസ് അടക്കം 15% ഇപ്പോഴുള്ള ഇറക്കുമതി തീരുവ. നേരത്തെയുള്ള 6% നിന്നാണ് ഇത് ഇരട്ടിയായി വർദ്ധിച്ചത്. ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യത്തകർച്ച തടയുക എന്നത് തന്നെയാണ് ഈ നീക്കത്തിൻ്റെ പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ബുധനാഴ്ച രാവിലെ പവന് 10,200 രൂപയാണ് കൂടിയത്. ഉച്ചയ്ക്ക് ശേഷം 4,320 രൂപ കുറഞ്ഞു 1,18,800 രൂപയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വർണത്തിൻ്റെ വില ഉയർന്നതാണെങ്കിലും വിപണിയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത്. വിവാഹ ആവശ്യങ്ങൾക്കും മറ്റുമായി നേരത്തെ തന്നെ ആളുകൾ സ്വർണം വാങ്ങി വയ്ക്കാൻ ആരംഭിച്ചു. സ്വർണത്തിൻ്റെ വിൽപ്പന ഏതാണ്ട് 60% നടക്കുന്നത് വിവാഹ സീസണിലാണ്. സ്വർണത്തിന് ഈ ഘട്ടത്തിൽ വൻതോതിൽ വില കൂടുന്നത് സാധാരണക്കാർക്ക് തിരിച്ചടിയാകും. ഭാവിയിൽ വില കൂടാനോ ലഭ്യത കുറയാനോ ഉള്ള സാധ്യത കണക്കിലെടുത്ത് ഇപ്പോൾ വാങ്ങുന്നത് ലാഭകരമായി പലരും കരുതുന്നുമുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വാങ്ങൽ കുറയ്ക്കാനുള്ള ആഹ്വാനം സ്വർണ്ണ വിപണിയെ പിടിച്ചുലച്ചിട്ടുണ്ട്. ഇറക്കുമതി തീരുവ കൂട്ടിയത് സ്വർണ്ണക്കള്ളക്കടത്തിനും ഇപ്പോൾ സാധ്യത ഏറ്റുന്നുണ്ട്.